നിങ്ങൾ ഒരാളുടെ കൂടെ നിന്നു. അവർക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സമയത്തും അവരുടെ കൂടെ ആരുമില്ലാത്ത സമയത്തും ഒക്കെ നിങ്ങൾ അവരൊപ്പം ഉണ്ടായിരുന്നു. നിങ്ങളെ കൊണ്ട് പറ്റുന്ന സഹായം ക്യാഷായിട്ടും അല്ലാതെയും നിങ്ങൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുത്തു. പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ വ്യക്തിയിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു മാറ്റം ഉണ്ടായി. നിങ്ങളോട് എന്തോ ഒരു അകൽച്ച പോലെ ആ പഴയ സ്നേഹം അവർക്കില്ലാതായി. നിങ്ങൾ ചെയ്തു കൊടുത്ത ഉപകാരമൊക്കെ മറന്നതുപോലെ. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു സന്ദർഭത്തിൽ നിങ്ങൾക്ക് തോന്നും, എന്തൊക്കെ സഹായം ചെയ്തു കൊടുത്തിട്ടുള്ളതാ, എന്നിട്ട് നോക്കിയേ ഇപ്പൊ എങ്ങനെയാ അവര് പെരുമാറുന്നത് എന്ന്. സത്യത്തില് ജീവിതത്തിൽ പലർക്കും ഈ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. ഈ ഒരു വേദന ഞാനും നിങ്ങളും മാത്രം അനുഭവിക്കണതല്ല. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ജീവിതത്തില് സഹായം സ്വീകരിക്കുന്നത് പലരും പല രീതിയിലാണ്. ചില മനുഷ്യര് ജീവിതകാലം മുഴുവൻ ആ നന്ദി മനസ്സിൽ കൊണ്ട് നടക്കും. പക്ഷെ വേറെ ചിലരിൽ ആ സഹായം അവർക്കതൊരു കടപ്പാടായിരിക്കാം. കാരണം എന്നെ കൊണ്ട് കഴിഞ്ഞില്ലല്ലോ, ഞാൻ ഇതിന് മറ്റൊരാളെ ആശ്രയിക്കേണ്ടി വന്നല്ലോ എന്നൊരു അപകർഷതാബോധം അവരുടെ മനസ്സിലുണ്ടാവും. ഈ അസ്വസ്ഥത അവർ പ്രകടിപ്പിക്കുന്നത് ദേഷ്യമായിട്ടോ അകൽച്ചയായിട്ടോ ഒക്കെ ആയിരിക്കും. ഒരാളെ എപ്പോഴും സഹായിച്ചു കൊണ്ടിരിക്കരുത്. കാരണം ഒരു ബന്ധത്തില് ഒരാൾ എപ്പോഴും കൊടുക്കുന്നവനും ഒരാൾ എപ്പോഴും വാങ്ങുന്നവനും ആയാൽ ആ ബന്ധം ഒരിക്കലും നല്ല രീതിയിൽ മുന്നോട്ട് പോവില്ല. ആ ബന്ധത്തിന് ആയുസ് കുറവായിരിക്കും. നമ്മൾ ജീവിക്കേണ്ടത് നമ്മുടെ ജീവിതമാണ്. മറ്റൊരാളുടെ ജീവിതം നമുക്കൊരിക്കലും ജീവിച്ചു തീർക്കാനായിട്ട് പറ്റില്ല. ഒരാൾക്കൊരു പ്രശ്നം വരുമ്പോൾ അയാളുടെ ഒപ്പം കൂടെ നിന്ന് അയാളെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. അല്ലാതെ എവിടെയാണോ അയാളുടെ പോയിന്റ് അതുവരയ്ക്കും അയാളെ കൂടെ നിന്ന് അവിടെ കൊണ്ട് ചെന്ന് എത്തിക്കുക എന്നുള്ളത് ഒരിക്കലും നമ്മളുടെ റെസ്പോൺസിബിലിറ്റി അല്ല. സപ്പോർട്ട് ചെയ്ത് കൂടെ നടക്കുക, കുറച്ചു ദൂരം, ബാക്കിയുള്ള വഴി അവർ സ്വയം നടക്കട്ടെ. അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഒരാളെ സഹായിക്കേണ്ടത്. ഇപ്പൊ ഒരു കുട്ടീനെ നടക്കാൻ പഠിപ്പിക്കുന്നത് കണ്ടിട്ടില്ലേ? നമ്മളിപ്പോ ആ ഒരു കുട്ടീനെ എനി ടൈം എടുത്തിട്ട് നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ കുട്ടി ഒരിക്കലും നടക്കില്ല. അവനെ അവന്റെ ഇഷ്ടത്തിനനുസരിച്ച് നടക്കാനായിട്ട് വിടുക. വീഴും, ഒരുപാട് പ്രാവശ്യം വീഴും, എന്നാൽ തന്നെയാണ് നടക്കാൻ പഠിക്കുള്ളൂ. വീഴുമ്പോഴൊക്കെ നമ്മളൊന്ന് സഹായിച്ചു കഴിഞ്ഞാൽ, ഒരു കൈ കൊടുത്ത് അവനൊന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി കഴിഞ്ഞാൽ അത് അവനിൽ കൂടുതൽ ആത്മവിശ്വാസം കൂടും. അല്ലാതെ അവൻ വീഴും എന്ന് പറഞ്ഞിട്ട് അവനെ എടുത്തോണ്ട് നടന്നു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും നടക്കാനായിട്ട് പഠിക്കില്ല. ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ്. സ്വന്തം സമാധാനം നഷ്ടപ്പെടുത്തി ഒരാളെയും സഹായിക്കരുത്. നിങ്ങളെ വില കുറച്ച് കാണുന്ന ഒരാളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരിക്കലും താഴ്ന്നു കൊടുക്കരുത്. അതുപോലെ നിങ്ങളുടെ മനസ്സിന്റെ നന്മ ദുരുപയോഗം ചെയ്യുന്നുണ്ട് ഒരാൾ എങ്കിൽ അങ്ങനെ ഒരാളെ ജീവിതത്തിൽ നിന്ന് ഒരല്പം അകലെ നിർത്തുക. പിന്നെ ചില ആളുകൾക്ക് പറ്റുന്ന ഒരു മിസ്റ്റേക്ക് ഉണ്ട്. അവരാർക്കെങ്കിലും ഒരു സഹായം ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ തിരിച്ച് അവരിൽ നിന്ന് സ്നേഹവും ബഹുമാനമൊക്കെ പ്രതീക്ഷിക്കും. പല മനുഷ്യരും പല സ്വഭാവത്തിലുള്ളവരാണ്. എല്ലാവരും നിങ്ങൾ ചെയ്ത സഹായം ഓർത്തിരിക്കണം എന്നില്ല. നിങ്ങളുടെ കഷ്ടപ്പാട് മനസ്സിലാക്കാനും പലർക്കും കഴിഞ്ഞെന്നും വരില്ല. അതുകൊണ്ട് പ്രതിഫലം പ്രതീക്ഷിച്ച് ഒരാളെയും സഹായിക്കാനായിട്ട് നിൽക്കരുത്. പ്രതീക്ഷ കൂടുമ്പോൾ നിരാശയും കൂടും. ഇതൊക്കെ കേൾക്കുമ്പോൾ തോന്നും, എന്നാ പിന്നെ ആരെയും സഹായിക്കണ്ടാലേ എന്ന്. സഹായിക്കണം, ഉറപ്പായിട്ടും സഹായിക്കണം. കാരണം ഇന്നും ഈ ലോകം നിലനിൽക്കുന്നത് ഇങ്ങനെ ചില മനസ്സിൽ നന്മയുള്ള കുറച്ച് മനുഷ്യന്മാര് ഉള്ളത് കൊണ്ടാണ്. പക്ഷെ സഹായിക്കുന്നതിന് മുൻപ് ഈ ഒരു 5 കാര്യങ്ങൾ സ്വന്തം മനസ്സിനെ പറഞ്ഞു മനസ്സിലാക്കുക. ഒന്ന്, ഇഷ്ടപ്പെടാൻ വേണ്ടി ആരെയും സഹായിക്കരുത്. പലരും ചെയ്യുന്ന ഒരു കാര്യമാണ് ഇഷ്ടം കിട്ടാൻ വേണ്ടിയിട്ട് സഹായം ചെയ്യുക എന്നുള്ളത്. അതൊരിക്കലും ചെയ്യരുത്. രണ്ടാമത്തെ പോയിന്റ്, തിരിച്ചു കിട്ടും എന്ന് പ്രതീക്ഷിച്ചിട്ട് ഒരാളെയും സഹായിക്കാനായിട്ട് നിൽക്കരുത്. മൂന്നാമത്തെ പോയിന്റ്, ഒരാൾക്ക് സഹായം ചെയ്തു എന്ന് കരുതി ജീവിതകാലം മുഴുവൻ അയാൾ അതിൻ്റെ നന്ദി പ്രകടിപ്പിക്കും എന്ന് പ്രതീക്ഷിക്കരുത്. നാലാമത്തെ പോയിന്റ്, ഒരാൾക്ക് ചെയ്തു കൊടുത്ത നന്ദി നിരന്തരം ഓർമ്മിപ്പിക്കരുത്. അഞ്ചാമത്തെ പോയിന്റ്, ബന്ധങ്ങൾ നഷ്ടമാവുന്ന രീതിയിൽ ഒരാളെയും സഹായിക്കരുത്. ഈ 5 കാര്യങ്ങൾ അംഗീകരിച്ചാൽ മനസ്സിലാക്കാൻ പറ്റിയ കുറെ വേദനകളിൽ നിന്ന് ഒഴിവാവാനായിട്ട് പറ്റും. ഒരാളെ സഹായിച്ചതിൻ്റെ പേരിൽ മാനസികമായി വേദനിക്കേണ്ടി വന്നിട്ടുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ ഇനി ഒരിക്കലും ഒരാൾക്കും സഹായം ചെയ്ത് കൊടുക്കില്ല എന്നൊരു കടുത്ത തീരുമാനമൊന്നും എടുക്കരുത്. ഒരാള് നിങ്ങളെ വേദനിപ്പിച്ചു എന്ന് കരുതി ഈ ഭൂമിയിലുള്ള എല്ലാ മനുഷ്യരും അങ്ങനെ ആവണമെന്നില്ല. നിങ്ങളുടെ സ്നേഹം, നിങ്ങളുടെ സമയം, നിങ്ങളുടെ കരുതൽ, ഇതിനൊക്കെ അത്രത്തോളം വാല്യൂ ഉണ്ട്. ചിലർക്ക് നിങ്ങളൊരു അനുഗ്രഹമാവും, ചിലർക്ക് നിങ്ങളുടെ വില മനസ്സിലാവില്ല. ആരെന്ത് വേണമെങ്കിലും പറഞ്ഞോട്ടെ, പക്ഷെ നിങ്ങൾ നല്ല മനുഷ്യനായിട്ട് തുടരുക. ജീവിതത്തിൽ ഏറ്റവും മനോഹരമായ ഹൃദയങ്ങൾ ഏറ്റവും കൂടുതൽ
മുറിവേൽക്കപ്പെട്ടിട്ടുള്ളവർക്കാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പുതിയൊരു കണ്ടന്റുമായി അടുത്ത വീഡിയോയിൽ കാണാം.